അപ്പോൾ ഒരുപാട് ലെങ്തുള്ള എക്സ്റ്റൻഷൻ വേണ്ട, കുറച്ച് എക്സ്റ്റൻഷൻ അത്ര ലെങ്തിൽ സൈഡ് പാർട്ടീഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ടിലോട്ടും കുറച്ച് വേണമെന്നുള്ളത് അല്ലേ പറയുന്നത്, അതല്ലേ കാണിച്ചത്, എക്സാമ്പിൾ കാണിച്ചത്. അപ്പോൾ ലെൻസ് ഒക്കെ എങ്ങനെയാണ്? ലെൻസ് അല്ലേ പറയുന്നത്, ലെൻസ് ലാഷ് എല്ലാം യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. ചോദിക്കും ലെൻസ് വേണോ എന്നുള്ള ചോദിക്കും. എല്ലാ കുട്ടികൾക്കും ലെൻസ് വേണ്ടല്ലോ. എനിക്ക് മുടിക്ക് ഒട്ടും തിക്നെസ് ഇല്ല. ചെയ്യുമ്പോൾ വരും കേട്ടോ, അന്നത്തെ കാര്യം പേടിക്കേണ്ട. നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ച് തന്നെ ആയിരിക്കും ചെയ്യുന്നത്, ഇങ്ങനെ മതിയാ ഇങ്ങനെ മതിയാ എന്നുള്ള. കണ്ണയുടെ മുമ്പിൽ ഇരുത്തിയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എത്ര വേണേലും നമുക്ക് ഹൈറ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. ഹെയർ ആക്സസറി വെക്കുമോ അതോ ഫ്ലവർ എന്തെങ്കിലും? അതിന് ഫ്ലവർ വേണ്ട, ആ ഡ്രസ്സല്ലേ, ആ ഡ്രസ്സ് വരുമ്പോൾ ഫ്ലവർ വേണ്ട. അതല്ലെങ്കിൽ പിന്നെ റോസാപ്പൂ എന്തെങ്കിലും. അല്ല, ഫ്ലവർ അല്ലാത്തൊരു ടൈപ്പ് ഫ്ലവർ ഉണ്ടല്ലോ, ഇവിടെ ആ ഒരു ലെങ്ത്തിനുള്ള ആ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും നമ്മൾ വെക്കുന്നത്. വെച്ച് മുകളുടെ മുടിയും കൂടെ അതിൻ്റെ കൂടെ കേൾ ചെയ്താൽ ഇട്ടിട്ട് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്ത് അതാ കേളി ഹെയർ കൂടെ വരുമ്പോൾ നല്ല സ്റ്റൈലിന് വരും. അതിപ്പോൾ മോളുടെ മുടിയല്ലേ, ഇത്ര ലെങ്തിന് മതി, ഒരുപാട് ലെങ്ത് ഹെയറിലെങ്കിലോ ഒന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. അതെല്ലാം ക്ലിയർ ചെയ്തതിലേക്ക് നമ്മൾ ചെയ്തു പോകണം. എനിക്ക് ചേർന്ന അങ്ങനെ ചെയ്യത്തുള്ളൂ. കാര്യം മൊത്തത്തിൽ ചെയ്ത് വരുമ്പോൾ നല്ല ലുക്കായിരിക്കണം, അത് നോക്കിയേ നമ്മൾ ചെയ്യത്തുള്ളൂ. പിന്നെ എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു പറഞ്ഞപ്പോൾ നല്ല ഗ്ലോ ആയിരുന്നു. ഒരു ഭയങ്കര എൻ്റെ സ്കിൻ കളർ ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റത് എൻ്റെ ബോഡി വേറെ കളർ ഫേസ് അങ്ങനെ ചെയ്യത്തില്ല. കറക്റ്റ് ഈ ഒരു ടോൺ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ആ ഭംഗി വരത്തുള്ളൂ കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ആ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താലേ പറ്റത്തുള്ളൂ. നന്നായിട്ട് തോന്നുന്നില്ല, നല്ല ഹാപ്പി ആയിട്ട് പോകണം, ഹാപ്പി ആയിട്ട് പോകണം. ഒന്നും പേടിക്കണ്ട. ബാക്കിയൊക്കെ നമ്മളുടെ ഡ്രസ്സ് കൊള്ളാം, പിന്നെ കൊടുക്കുന്ന മാല നല്ല. എനിക്ക് ഡ്രസ്സിന്റെ കേസിലൊരു ഡൗട്ട് ആയിരുന്നു. എനിക്ക് ആന്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന് എന്തെങ്കിലും ഫിറ്റിങ്സ് പ്രോബ്ലം ആണെങ്കിൽ അത് ഇതാവുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ആ സ്കേർട്ട് എൻ്റെ ഹിപ്പിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി. അതിനൊരു പിന്നെ രണ്ടാമത് പിന്നും നമ്മൾ ഓൾട്ടർ ചെയ്ത് ആണ് ഇപ്പോൾ ഒരു ഇതാക്കി ശരിയാക്കി വെച്ചത്. ആ കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ പൊട്ടിക്കുണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഓൾട്ടർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പോഴേ ഇവിടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ നല്ലതായതുകൊണ്ട് ഔട്ട്ഫിറ്റ് ബെറ്റർ ആയിരിക്കണം. അപ്പോൾ അത് ബെറ്റർ ആണ്, മൊത്തത്തിൽ നന്നായിരിക്കും. മെയിനായിട്ട് എനിക്ക് എക്സ്റ്റൻഷൻ്റെ ഡൗട്ടും പിന്നെ ലെൻസിൻ്റെ ഇതൊക്കെ ആയിരുന്നു അത്. പിന്നെ സ്കിൻ കളറും ചെയ്യുന്നത് അത്രയും കാര്യമേ ഇല്ല.